കൊച്ചി കാക്കനാട് PWD റെസ്റ്റ് ഹൌസ് DMRCക്ക് വിട്ടുകൊടുത്തുകൊണ്ട് മുൻ സർക്കാർ ഉത്തരവിറക്കിയത് മന്ത്രിസഭയുടെ അംഗീകാരമില്ലാതെ. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്താണ് ചട്ടവിരുദ്ധമായി പൊതുമരാമത്ത് സെക്രട്ടറി ഉത്തരവിറക്കിയത്. മന്ത്രി G. സുധാകരന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഗുരുതര ക്രമക്കേട് കണ്ടെത്തിയത്. ഇത് സംബന്ധിച്ച് വിശദമായ ഫയൽ തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്ന് മന്ത്രി G. സുധാകരൻ അറിയിച്ചു. കൊച്ചി കലൂരിൽ നടന്ന നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി സിറ്റിംഗിന് ശേഷം റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷന് PWD വിട്ടുകൊടുത്ത സ്ഥലം സന്ദർശിക്കുന്നതിനായി കാക്കനാട്ടേക്ക് പോവുകയായിരുന്നു മന്ത്രി G. സുധാകരൻ. ഈ സമയത്താണ് കാക്കനാട് കാടുപിടിച്ച് പൂട്ടിക്കിടക്കുന്ന നിലയിൽ PWD റെസ്റ്റ് ഹൌസ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. താക്കോലില്ലാത്തതിനാൽ പൂട്ടുപൊളിച്ചതിന് ശേഷമാണ് മന്ത്രി റെസ്റ്റ് ഹൌസിൽ കയറി പരിശോധന നടത്തിയത്. ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ഫയൽ പരിശോധിച്ചപ്പോൾ മുൻ സർക്കാരിൻ്റെ കാലത്തെ ഗുരുതര ക്രമക്കേടുകളാണ് ബോധ്യപ്പെട്ടത്. 2009 LDF സർക്കാരിൻ്റെ കാലത്ത് നിർമ്മിച്ച പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസ് കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ക്യാബിനറ്റിന്റെ അംഗീകാരമില്ലാതെ DMRCക്ക് വിട്ടുകൊടുത്തുകൊണ്ട് സെക്രട്ടറി ഉത്തരവിറക്കിയത് ചട്ടവിരുദ്ധമാണെന്ന് മന്ത്രി പറഞ്ഞു. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് തീരുമാനിക്കണം ഭൂമി ട്രാൻസ്ഫറിന്. കളമശ്ശേരിയിൽ ഒരു റെസ്റ്റ് ഹൗസ് പണിയാൻ വേണ്ടി ഇത് വിട്ടുകൊടുത്തതാണ്, വ്യക്തമാണത്. നിരുത്തരവാദപരമായി ഗവൺമെന്റ് പ്രോപ്പർട്ടി കൈകാര്യം ചെയ്ത കഴിഞ്ഞ കാലത്തെ ശീലമാണിത്. ഒരുപാട് ഫയലുണ്ട്, ഇങ്ങനെ ഇത്രയും മോശമായ ഫയൽ ഞാൻ കണ്ടിട്ടില്ല. കെട്ടിടമോ ഭൂമിയോ DMRCക്ക് വിട്ടുകൊടുക്കുന്നതിൽ PWDക്ക് എതിർപ്പില്ല. പക്ഷേ അത് നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമേ ചെയ്യാനാകൂ എന്ന് സുധാകരൻ പറഞ്ഞു. റെസ്റ്റ് ഹൌസ് വിട്ടുകൊടുത്തതുമായി ബന്ധപ്പെട്ട ഫയൽ കൊണ്ടുപോവുകയാണെന്നറിയിച്ച മന്ത്രി പൂർണ്ണമായ ഫയൽ തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുമെന്നും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.